ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങ വറുത്തരച്ചിട്ടുള്ള നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വരും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒന്ന് മാരിനേഷൻ ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ, ആട്ടിയ വെളിച്ചെണ്ണയാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ കല്ലുപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുക്കുന്നത്. ഇതെല്ലാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കണം. ഇത് ചിക്കനിലേക്ക് മുളക് പൊടിയൊക്കെ നന്നായി പിടിക്കുന്നവരെ നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടച്ചു വെച്ചിട്ട്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് പട്ട ഒരു 4-5 പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു. ഇത് എണ്ണയിലൊന്ന് മൂത്ത് വരട്ടെ. കൂടുതൽ കരിയാനും പാടില്ല. തീ വളരെ കുറച്ച് വേണം വയ്ക്കാൻ. ഇനി ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ പെരുംജീരകം. ഞാനിവിടെ 3 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഇത് ഈ പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ ചിരവിയത് അതിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് വറുക്കണം. കൂടുതലാവാൻ പാടില്ല തീ. തേങ്ങ എല്ലാം അവിടെ നന്നായി വെന്ത് കിട്ടണം. നന്നായി മുരുമുരേന്നാവണം. ഇതുപോലെ നല്ല ചിലചിലേന്ന് നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുരിഞ്ഞ് വരണം. അപ്പോൾ ഈ സമയത്ത് തേങ്ങയ്ക്ക് നന്നായി മുരിഞ്ഞ് വന്ന ശേഷം ഞാനിവിടെ ആ കസ്കസ് ഒരു 3 ഏലക്കായി ഇട്ട് കൊടുക്കണം. അത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ എണ്ണയുടെ ചൂടിൽ തന്നെ അത് വെന്തോളും. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 8 സവോളയാണ് എടുക്കുന്നത്. 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 8 സവോള എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 തക്കാളി എടുക്കുന്നുണ്ട്. ഒരു 10 പച്ചമുളക്, ഒരു 10 അല്ലി, ഒരു 10 ചെറിയുള്ളി, ഇത്രയും ഇട്ടിട്ട് ഇതെല്ലാം കൂടി തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും വലിയുള്ളി എല്ലാം കൂടി ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇതുപോലെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ആറിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല,
ഇത്ര ഇട്ട ശേഷം ഈ എണ്ണയിലൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മുളക് പൊടിയുടെ ഈ ഒരു പച്ചമണം മാറുന്നവരെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഉള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഉള്ളിയും തക്കാളിയും ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല കുഴമ്പായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തരച്ച് ചേർക്കുന്നത് കേട്ടോ. ഉള്ളി അതുപോലെ തന്നെ തേങ്ങയും വറുത്ത് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക്. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ ഗ്രേവി ഈ ചിക്കനിൽ നന്നായി പിടിച്ച് വരണം. ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ഗ്രേവി കിടന്ന് തന്നെ ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഈ എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വരണം. ഇനി നമ്മളത് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ ഈ ആവിയിലൊന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ടോ? കാരണം ഇത് നമ്മൾ ഈ ചിക്കനിൽ വെള്ളമാണ്, പിന്നെ നമ്മൾ ഈ ഗ്രേവിയൊക്കെ നമ്മൾ എണ്ണയിലാണല്ലോ വഴറ്റിയെടുത്തത്. അപ്പോൾ ആ എണ്ണയും എല്ലാം കൂടെ പിന്നെ നല്ലൊരു ഗ്രേവി പരുവായിട്ടുണ്ട്. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഒരു ഹാഫ് വേവ് ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ, അതും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ നമ്മൾ അരയ്ക്കണം. ഞാനിവിടെ അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് മിക്സിയിലാണ് അരച്ചത്. മിക്സിയിലാണെങ്കിലും തന്നെ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല കറുകറേന്നുണ്ടാവും അരച്ചെടുക്കുമ്പോൾ. ഇനി അതിലേക്ക് എന്നിട്ട് 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും മതി. അപ്പോഴേക്കും നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടുന്നുണ്ടോ. ഇനി ഒരു 1.5 ടീസ്പൂണ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിടണം. കാരണം നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ടിടണം. ഇതെല്ലാം അവിടെ വന്നിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത് ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കണം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വീട്ടുകാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്നുകൂടെ വെന്ത് വരട്ടെ. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കണ്ട. എല്ലാം അവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത്ര വെള്ളം പാടില്ല. ചിക്കൻ നന്നായി വേഗവും വേണം. ഇനി കുറച്ച് മസാലയുടെ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ മണം, അടിപൊളിയായിട്ടുണ്ട് മണം. നമ്മൾ ഇവിടെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ തൊട്ട വീട്ടിലായിരിക്കും ഈ മണം മുഴുവൻ. അവർക്കറിയാതെ അവിടെ ചിക്കൻ കറിയാണ്, അത്ര മണമാണ്. ഇനി കുറച്ച് മല്ലിത്തഴ, ഒരു പിടി മല്ലിത്തഴ പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. എല്ലാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്നുകൂടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്.
ഇത് നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടേ ഇല്ല. പക്ഷേ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന ആ തേങ്ങ വറുത്തരച്ചതിൻ്റെയൊക്കെ നല്ല എണ്ണയാണ് ഇതിൽ തെളിഞ്ഞു വരുന്നത്. നന്നായി കുഴമ്പായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ ഇത്രയും മതി. നിങ്ങൾക്ക് നല്ല വരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ, പിന്നെ അല്ലെങ്കിൽ ഈ കുഴമ്പ് രൂപത്തിലെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മല്ലിത്തഴ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ആപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.